ആ ബ്രഹ്മസൂത്രം ഉണ്ണിയുടെ ശരീരത്തിലേക്ക് നമ്മളിപ്പോൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും സമ്മതത്തോടെയും കൂടിയാണ് ഈ ഒരു ഉണ്ണിയെ ബ്രാഹ്മണ പദവിയിലേക്ക് നമ്മൾ ഉയർത്തുന്നത്. അതോടുകൂടി ഈ തൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം നിയന്ത്രിച്ച് ഈ ലോക നന്മ കാക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പ്രവർത്തിക്കാൻ. ത്രിമൂർത്തികളെയും ചേർത്തിണക്കിയിരിക്കുന്ന പ്രണവം ആ ഈ ഊമ ആ ഊമ എന്ന 3 അക്ഷരങ്ങളെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ആ പ്രണവ മന്ത്രത്തെ ജപിച്ചുകൊണ്ടാണ് ആ പൂണൂല് കൃഷ്ണമൃഗത്തിൻ്റെ തോലോട് കൂടി ചേർത്തുകൊണ്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. ബ്രാഹ്മണോത്തമനായി തീരാൻ ഈ ഉണ്ണിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതോടുകൂടി ഉണ്ണി ദ്വിജനായി മാറി എന്നാണ് പറയുക. 2ാമത്തെ ഒരു ജന്മം സ്വീകരിച്ചു എന്ന് പറയുന്നു. മനുഷ്യ ജന്മത്തിൽ നിന്ന് ബ്രാഹ്മണ ജന്മത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന മഹത്തായ ചടങ്ങാണ്. ദ്വിജൻ എന്ന പദത്തിന് 2 അർത്ഥങ്ങളാണെന്നാണ്. പക്ഷികളും ബ്രാഹ്മണരും എന്നാണ് അമരകോശത്തിലെ 2 അർത്ഥങ്ങൾ പറയുന്നു എന്നാ പറയാ. പക്ഷികൾ ആദ്യം മുട്ടയായിട്ട് ജനിക്കുന്നു, അവിടുന്നാണ് പക്ഷിയായിട്ട് പിന്നീട് ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ദ്വിജൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബ്രാഹ്മണൻ ആദ്യം മനുഷ്യനായിട്ട് ജനിച്ച് പിന്നീട് ബ്രാഹ്മണ പദവിയിലേക്ക് ഉയർന്നുകൊണ്ട് ദ്വിജൻ എന്ന് പറയുന്നു. ദ്വിജൻ എന്നുള്ളതിന് 2 ജന്മമുള്ളവൻ എന്നാണ് അർത്ഥം. ആ പദവിയിലേക്കാണ് നമ്മളിപ്പോൾ ഉണ്ണിയെ ഉയർത്തുന്നത്.